ADGP MR അജിത് കുമാറും RSS നേതാക്കളും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ അന്വേഷണത്തിന് സർക്കാർ ആഭ്യന്തര സെക്രട്ടറിയുടെ അഭിപ്രായം അറിയട്ടെ എന്നിട്ട് തുടർ നടപടി ആലോചിക്കാമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിവരങ്ങളുമായി അനന്തകൃഷ്ണൻ ചേർന്നു. അനന്തകൃഷ്ണൻ, ഒന്നിനു പിറകെ ഒന്നായി ആരോപണങ്ങൾ വരുന്നു. PVNR വളരെ ശക്തമായി ആഞ്ഞടിക്കുന്നു. ഇനി പൊതുവേദിയിൽ അല്ലെങ്കിൽ പരസ്യമായി യാതൊന്നും ആരോപിക്കില്ല എന്ന് പറഞ്ഞിരുന്ന PV അൻവറാണ് ഇതാ വീണ്ടും പറഞ്ഞിരിക്കുന്നത്. തൽസ്ഥാനത്ത് നിന്ന് നീക്കുക അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുക എന്നതല്ല, ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടുക എന്ന ഒരു നിർദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല, കൂടുതൽ അന്വേഷണങ്ങളും വരുന്നു. ഇനി ഏത് തരത്തിലായിരിക്കും ADGP MR അജിത് കുമാറിനെ സർക്കാർ കൈകാര്യം ചെയ്യുക എന്ന് വേണം പറയാനെന്ന് തോന്നുന്നു. മോത്തി, ADGP MR അജിത് കുമാറിനെതിരെ രണ്ട് വിഷയങ്ങളിലാണ് പുതിയ അന്വേഷണത്തിന് വഴിയൊരുങ്ങുന്നത്. അതിലൊന്ന് RSS നേതാക്കളെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ DGP തലത്തിൽ PV അൻവർ MLA ആരോപിച്ചിരുന്ന കാര്യങ്ങൾ സംബന്ധിച്ചൊരു അന്വേഷണം നടത്തിയിരുന്നു. RSS നേതാക്കളെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ ആ അന്വേഷണത്തിൻ്റെ ഭാഗമാക്കാകും എന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ RSS നേതാക്കളെ തൃശ്ശൂരും തിരുവനന്തപുരത്തുമായി ADGP സന്ദർശിച്ചത് പ്രത്യേക സംഭവമായി അന്വേഷിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് DGP തല അന്വേഷണത്തിനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ചട്ടലംഘനമുണ്ടോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്നത്. അത് സംബന്ധിച്ച് DGPയുടെ റിപ്പോർട്ടിലാണ് തുടർ നടപടികൾ തീരുമാനിക്കുക. അതിനൊപ്പം തന്നെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാർ തന്നെയാണ് അന്വേഷിച്ചത്. അദ്ദേഹം ആരോപണ സ്ഥാനത്ത് നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം അന്വേഷണം പൂർത്തിയാക്കി തൻ്റെ കീഴുദ്യോഗസ്ഥർക്ക് നടപടികളിൽ വീഴ്ച പറ്റി എന്നുള്ള റിപ്പോർട്ടാണ് DGPക്ക് നൽകിയത്. DGP അതിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയാണ് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത്. അതായത് MR അജിത് കുമാറിൻ്റെ ഇടപെടൽ അല്ലെങ്കിൽ അതിൽ അദ്ദേഹത്തിൻ്റെ വീഴ്ചകൾ കൂടി അന്വേഷിക്കണമെന്നാണ് DGPയുടെ പക്ഷം. അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ പരാമർശിച്ചു. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനയ്ക്ക് ശേഷം ആഭ്യന്തര സെക്രട്ടറിയോട് കൂടി അഭിപ്രായം അറിഞ്ഞ ശേഷം തുടരന്വേഷണം നടത്താമെന്നുള്ളൊരു നിലപാടാണ് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ പൂരം വിവാദത്തിൽ ഒരു തുടരന്വേഷണത്തിനുള്ള സാധ്യത കൂടി വഴി തുറക്കുകയാണ്. മോത്തി, ശരി. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം അതിൽ തൃപ്തി വരാതെയാണ് തുടർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി ആഭ്യന്തര സെക്രട്ടറിയുടെ കൂടി തീരുമാനം അല്ലെങ്കിൽ നിർദ്ദേശം വരേണ്ടതുണ്ട്. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.